ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അടുത്തൊരു വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സേർഡ്സ് എന്ന് പഠിച്ചു അല്ലേ, സേർഡ്സ് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പം ഈ റാഷണലൈസേഷൻ എന്താണെന്നൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വേർഡാണ് ഈ റൂൾ എന്ന് പറയുന്നത്, റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ, മാത്സ് ആണെങ്കിലും വേറെ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഡെയിലി ലൈഫ് ആണെങ്കിലും ട്രാഫിക് റൂൾസ് ആണെങ്കിലും എന്തെല്ലാം എല്ലാത്തിലും നമുക്കൊരു നിയമമുണ്ട് അല്ലേ. ആ നിയമം നമ്മൾ പാലിച്ചേ മതിയാവുള്ളൂ. അതേപോലെ മാത്സിലും ചില നിയമങ്ങളുണ്ട് അല്ലേ. ആ നിയമങ്ങൾ എന്താ വെച്ചാൽ, അപ്പം നമുക്കൊരു നമ്പർ ഉണ്ട് ഇങ്ങനെ 2/√2. അപ്പം നോർമൽ മാത്സിലത്തെ റൂൾ എന്താ വെച്ചാൽ, ഒരിക്കലും നമ്മളുടെ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്താവരുത്, ഒരു സേർഡ് ആവരുത്, അല്ലെങ്കിൽ ഇതേപോലൊരു ഇർറാഷണൽ നമ്പർ ആവരുത്. അപ്പം അങ്ങനെയുള്ള ഇർറാഷണൽ നമ്പറിനെ നമ്മൾ റാഷണൽ നമ്പറാക്കി മാറ്റാം. അതായത് ഡിനോമിനേറ്ററിനെ ഇറാഷണൽ നിന്ന് റാഷണൽ ആക്കി മാറ്റാം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സേർഡ് ആയതുകൊണ്ട് നമ്മൾ റാഷണലൈസേഷൻ ഓഫ് സേർഡ്സ് എന്ന് പറയും. അപ്പോൾ റാഷണലൈസേഷൻ ഓഫ് സേർഡ്, ഇപ്പം ഇവിടെ ഒറ്റൊരു സേർഡ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ √a ഇൻറ്റു √a ചെയ്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക, √a ഇൻറ്റു √a a എന്നാണ് വരിക. അതെങ്ങനെ വന്നത്? ഫോർ എക്സാമ്പിൾ √2 ഇൻറ്റു √2 നമുക്ക് ചെയ്താൽ √4 എന്ന് കിട്ടും. √4 എത്രയാ? 2 അല്ലേ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ പകരം സെയിം നമ്പേഴ്സിൻ്റെ റൂട്ടാണ് തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്നെങ്കിൽ നമ്മൾ പറയും അതിന് റൂട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ആ നമ്പർ എഴുതിയാൽ മതി എന്ന്. അങ്ങനെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് മനസ്സിലായോ? അപ്പം അതേപോലെ നമ്മളിവിടെ റൂട്ട് കളയാൻ എന്ത് ചെയ്യും, ഇവിടെ √2 ആണ് ഡിനോമിനേറ്റർ വരികയാണെങ്കിൽ അതേ √2 കൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ മാത്രം ചെയ്താൽ പോരാ. അതാണ് വേറെ റൂൾ. നമ്മൾ ന്യൂമറേറ്ററെയും സെയിം നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം ന്യൂമറേറ്റർ എന്തായി, 2√2/2. അപ്പം റാഷണലൈസ് ആയില്ലേ. ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ഇപ്പോൾ റാഷണലൈസേഷൻ എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനിഷനൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ ഡെഫിനിഷനാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ദ സേർഡ് ഓർ ഇറാഷണൽ നമ്പർ ഫ്രം ദ ഡിനോമിനേറ്റർ. മനസ്സിലായല്ലോ? ഡിനോമിനേറ്ററിൻ്റെ അകത്തുനിന്ന് സേർഡ് അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് റാഷണലൈസേഷൻ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു വാല്യൂ, ഇപ്പോൾ √2 ആണെങ്കിൽ ആ √2 നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ എന്താണോ അതിന് വിളിക്കുന്ന പേരാണ് റാഷണലൈസേഷൻ അല്ല റാഷണലൈസിങ് ഫാക്ടർ RF. അപ്പം ഇതെന്താ, സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ കൺവെൻഷൻ ടു റൈറ്റ്, കൺവെൻഷൻ എന്ന റൂളാണ്. ഫ്രാക്ഷൻസ് വിതൗട്ട് സേർഡ്സ് ഇൻ ദ ഡിനോമിനേറ്റർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് പെട്ടെന്നും കമ്പാരിസൺ ഈസിയും ആക്കാൻ സഹായിക്കുന്നു. ഇനി ഇപ്പം നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വന്ന് വിചാരിക്കുക, 1/3 + √2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് റാഷണലൈസ് ചെയ്തോ. അപ്പം റാഷണലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പം 3 + √2 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതായത് 3 - √2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുമ്പം ഇവിടെ എഴുതുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, അതിന് വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ, നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ, a + b a - b എന്നുള്ളത്. അപ്പോൾ അതിന്റെ പകരം ഇവിടെ x + y ഉണ്ട്, x - y എന്താ, x² - y² ആവും. സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് പോകൂലേ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ a + b ഇൻറ്റു a - b നമ്മൾ ഇൻറ്റു ആണ് ചെയ്യുന്നത് അല്ലേ. a + b ഇവിടെ ഉണ്ട്, a - b ഇവിടെ ഉണ്ട്. ഇനി ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ കിട്ടും, ഇതിനെ കോൺജുഗേറ്റ് അങ്ങോട്ട് പോയി കിട്ടുമല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ കോൺജുഗേറ്റ് എന്താ, 3 + √2ന്റെ കോൺജുഗേറ്റ് 3 - √2. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 - √2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം ന്യൂമറേറ്റർ 1 × 3 - √2 3 - √2 ആയി. ഇവിടെ കണ്ടോ a + b ഇൻറ്റു a - b. അപ്പോൾ ഇവിടെ a 3 ആണ്, b √2 ആണ്. അപ്പം a + b ഇൻറ്റു a - b എന്തായി, a + b ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ കാര്യമാണ്, a + b ഇൻറ്റു a - b എന്താ, a² -
ബി സ്ക്വയർ ആണ്. അതായത് 3 സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ എന്തായി? 9 ആയി. മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആയി. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ എന്താ വരിക? 3 മൈനസ് റൂട്ട് 2 ബൈ 7. അപ്പോൾ ഡിനോമിനേറ്റർ കണ്ടില്ലേ, റാഷണലായി. ഈ പ്രോസസ്സാണ് എന്ത്? റാഷണലൈസേഷൻ. അപ്പം നമ്മൾ ആദ്യം ചെയ്തതിൽ എന്താ ചെയ്ത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂട്ട് 2 മാത്രമായിരുന്നു. പക്ഷെ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോൺജുഗേറ്റ് എടുക്കാന്ന് പറയും. കോൺജുഗേറ്റ് പറഞ്ഞാൽ 3 പ്ലസ് റൂട്ട് 2 ആണ് നമുക്ക് ഡിനോമിനേറ്റർ വരുന്നെങ്കിൽ 3 മൈനസ് റൂട്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? നമുക്കൊരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അങ്ങനെ ആകുമ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് ടേമും റൂട്ട് 3 ആണെങ്കിൽ അതും നിങ്ങൾക്ക് സ്ക്വയർ വരുമ്പോൾ മാറി കിട്ടൂലേ? അപ്പം ഐഡിയ കിട്ടിയ എന്താണെന്നുള്ളത്. അപ്പം നമ്മളുടെ ഐഡിയ കോൺജുഗേറ്റ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഐഡന്റിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 1 ബൈ റൂട്ട് എ അല്ലെ, 1 ബൈ റൂട്ട് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. അതെങ്ങനെയാ ചെയ്യാന്നുള്ളത്. അപ്പോൾ 1 ബൈ റൂട്ട് 5 നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ റൂട്ട് 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്താ? റൂട്ട് 5 ബൈ 5 ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ എഴുതി കാണിക്കാം. 1 ബൈ റൂട്ട് 5 നമ്മൾ എന്ത് ചെയ്ത്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനും റൂട്ട് 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പം മുകളിൽ റൂട്ട് 5 ആയി, താഴെ എന്തായി? 5 ആയി. ക്ലിയർ ആയില്ലേ? ഇനി 3 ബൈ റൂട്ട് 7 മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് 7 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താ? 3 ഇൻറ്റു റൂട്ട് 7, 3 റൂട്ട് 7, റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 7 ആവും. അപ്പൊ 3 റൂട്ട് 7 ബൈ 7 എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആയില്ലേ? ഇനി ടൈപ്പ് 2. ഇപ്പം ഡിനോമിനേറ്റർ എ പ്ലസ് റൂട്ട് പി ആണെങ്കിൽ നമ്മൾ അതിനെ കോൺജുഗേറ്റ് യൂസ് ചെയ്യും. കോൺജുഗേറ്റ് പറഞ്ഞാൽ സെയിം വാല്യൂസ് തന്നെ പക്ഷെ സൈന് മാറ്റം, അതാണ് കോൺജുഗേറ്റ്. ആ കോൺജുഗേറ്റ് നമ്മൾ എന്ത്? അങ്ങോട്ട് ഇൻറ്റു ചെയ്യും. 1 ബൈ 3 പ്ലസ് റൂട്ട് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോൺജുഗേറ്റ് 3 മൈനസ് റൂട്ട് ആണ്. അതിനെ റാഷണലൈസിങ് ഫാക്ടർ എന്ന് പറയും അല്ലേ? ആ റാഷണലൈസ് ഫാക്ടറിങ് കൊണ്ട് നമ്മൾ ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്താൽ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകാൻ ഞാൻ എങ്ങനെ എഴുതാം? 1 ബൈ 3 പ്ലസ് റൂട്ട് 2. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? അല്ലെ റാഷണലൈസിങ് ഫാക്ടർ എന്താണ്? 3 മൈനസ് റൂട്ട് 2 ആണ്. അപ്പൊ മുകളിലും താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? 3 മൈനസ് റൂട്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ മുകളിൽ 1 ഇൻറ്റു 3 മൈനസ് റൂട്ട് 2, 3 മൈനസ് റൂട്ട് 2. താഴെ എ സ്ക്വയർ അതായത് 3 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ. ഓക്കെ, അപ്പൊ 3 മൈനസ് റൂട്ട് 2 ബൈ 3 സ്ക്വയർ 9, റൂട്ട് 2ന്റെ സ്ക്വയർ 2. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായി? 3 മൈനസ് റൂട്ട് 2 ബൈ 7. ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പൊ നമ്മൾ ചെയ്തതിൽ ഡിനോമിനേറ്റർ എന്താണ്? 3 പ്ലസ് റൂട്ട് 2 ആയിരുന്നു. ഇനി അതിന് പകരം 3 മൈനസ് റൂട്ട് ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് റൂട്ട് ബി അല്ലെങ്കിൽ 3 മൈനസ് റൂട്ട് ബി കൊണ്ട് ആണെങ്കിൽ 3 പ്ലസ് റൂട്ട് ബി കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ അതാണ്. 5 ബൈ 4 മൈനസ് റൂട്ട് 3 ആണെങ്കിൽ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് ഏതുകൊണ്ടാണ്? നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത് 4 പ്ലസ് റൂട്ട് 3 കൊണ്ടാണ്. മുകളിലും താഴെയും 4 പ്ലസ് റൂട്ട് 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമ്മളുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 5 4s are 20. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിന് മീനിങ് എന്താ? 5 കൊണ്ട് 4ന് ഇൻറ്റു ചെയ്യണം, റൂട്ട് 3ന് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 4s are 20 എന്നായി. 5 ഇൻറ്റു റൂട്ട് 3 5 റൂട്ട് 3 എന്നായി. ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ 4 സ്ക്വയർ 16, റൂട്ട് 3ന്റെ സ്ക്വയർ 3. അപ്പം നമ്മളുടെ ആൻസർ എന്തായി? 20 പ്ലസ് 5 റൂട്ട് 3 ബൈ 13. ക്ലിയർ ആയല്ലോ? ഇനി ടൈപ്പ് 4 എന്താ? റൂട്ട് എ പ്ലസ് ബി റൂട്ട് ബി രണ്ടും റൂട്ടാണ്. രണ്ട് റൂട്ടാണെങ്കിൽ നമ്മൾ റൂട്ട് എ മൈനസ് റൂട്ട് ബി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്ത എന്താണ്? നമ്മളുടെ എക്സാമ്പിൾ 1 ബൈ റൂട്ട് 7 പ്ലസ് റൂട്ട് 5 ആണെങ്കിൽ നമ്മളിവിടെ ഇൻറ്റു ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ്? റൂട്ട് 7 മൈനസ് റൂട്ട് 5 ആയിരിക്കും നമ്മളുടെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ റാഷണലൈസിങ് ഫാക്ടർ. അപ്പം റൂട്ട് 7 മൈനസ് റൂട്ട് 5 ന്യൂമറേറ്ററിൽ ഇറാഷണൽ നമ്പറാണ്, കുഴപ്പമില്ല, ഡിനോമിനേറ്റർ ആവരുത്. അപ്പൊ എ സ്ക്വയർ റൂട്ട് 7 ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 5 ദ ഹോൾ സ്ക്വയർ. അപ്പൊ മുകളിൽ റൂട്ട് 7 മൈനസ് റൂട്ട് 5 ബൈ റൂട്ട് 7ന്റെ സ്ക്വയർ 7, റൂട്ട് 5ന്റെ സ്ക്വയർ 5. അപ്പൊ നമ്മൾ ആൻസർ എന്തായി? റൂട്ട് 7 മൈനസ് റൂട്ട് 5 ബൈ 2. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രണ്ടും സേർഡ്സ് ആണ് വിചാരിക്കുക.
അപ്പം താഴത്ത് എന്താണോ വരുന്നത് അതിൻ്റെ കോൺജുഗേറ്റേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. √3 + 1 ബൈ √3 - 1. അപ്പം ഡിനോമിനേറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാഷണലൈസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് വേണം മുകളിലും താഴെയും ഇൻറ്റു ചെയ്യാൻ. അപ്പം √3 + 1 × √3 + 1 √3 + 1 ഹോൾ സ്ക്വയർ a × a ഹോൾ സ്ക്വയർ a സ്ക്വയർ അല്ല a പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ √3 a² - b². അപ്പോൾ a + b ഹോൾ സ്ക്വയർ എന്താണ്, a² + 2ab + b². ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ √3 + 1 ഹോൾ സ്ക്വയർ എന്തായിരിക്കും, √3² + 2 × √3 × 1 + 1² ഹോൾ ഡിവൈഡഡ് ബൈ √3² - 1². ഓക്കെ, √3ന്റെ സ്ക്വയർ എന്താണ്, 3 ആണ്. പ്ലസ് 2 × √3 × 1 2√3 പ്ലസ് 1ന്റെ സ്ക്വയർ 1 √3ന്റെ സ്ക്വയർ 3 -1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ ഇവിടെ 3യും 1 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ 4 + 2√3 എഴുതാം. 4 + 2√3/2. ഇങ്ങനെ എഴുതി വെച്ചാലും മതി. ഇനിയല്ല, നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോമൺ ഒക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ 4ഉം 2 ഉണ്ടെങ്കിൽ നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 2 × 2 ആണ് 4, 2 × √3 ആണ് 2√3/2. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുകളിലും താഴത്തും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടിയത്, 2 + √3 എന്ന് കിട്ടിയത്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്താലും മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതാണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത സമ്മറി. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ 3 - √2 × 3 + √2 ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെ സോൾവ് ചെയ്യണം, അതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അടുത്ത വീഡിയോ കാണുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു all of you.